വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശു ദർശനങ്ങൾ. ജനുവരി 29, 1935 ചൊവ്വാഴ്ച രാവിലെ ധ്യാന സമയത്ത് പരിശുദ്ധ പിതാവ് ബലിയർപ്പിക്കുന്നതിൻ്റെ ഒരു ആത്മീയ ദർശനം എനിക്ക് ലഭിച്ചു. സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലിയ ശേഷം അദ്ദേഹത്തോട് പറയാൻ ഈശോ എന്നെ ചുമതലപ്പെടുത്തിയിരുന്ന കാര്യത്തെപ്പറ്റി അദ്ദേഹം ഈശോയോട് സംസാരിച്ചു. ഞാൻ പരിശുദ്ധ പിതാവിനോട് നേരിട്ട് ഇതേപ്പറ്റി സംസാരിച്ചിരുന്നില്ലെങ്കിലും ഫാദർ സുപ്പോച്കോ ഇതേപ്പറ്റി സംസാരിച്ചിരുന്നു. ആ സമയത്ത് ഇക്കാര്യത്തെക്കുറിച്ച് പരിശുദ്ധ പിതാവ് പരിഗണിക്കുകയാണെന്ന ഒരാത്മീയ അറിവ് എനിക്കുണ്ടായി. ഈശോയുടെ ആഗ്രഹപ്രകാരം എല്ലാം വേഗം ക്രമീകരിക്കപ്പെടുമെന്ന് ഞാൻ പ്രത്യാശിച്ചു. 8 ദിവസത്തെ ധ്യാനത്തിന് മുൻപ് ധ്യാന ദിവസങ്ങളിൽ പ്രത്യേക പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യാനുള്ള അനുവാദം എൻ്റെ ആത്മീയ പിതാവിനോട് ഞാൻ ചോദിച്ചു. ഞാൻ ചോദിച്ചതിനെല്ലാം അനുവാദം ലഭിച്ചില്ലെങ്കിലും ചിലതു മാത്രം അനുഷ്ഠിക്കാൻ അദ്ദേഹം അനുവദിച്ചു. കർത്താവ് ഈശോയുടെ പീഡാസഹനത്തെപ്പറ്റി 1 മണിക്കൂർ ധ്യാനിക്കാനും ഒരു പ്രത്യേക എളിമ പ്രവൃത്തി ചെയ്യാനുമുള്ള അനുമതി ലഭിച്ചു. ഞാൻ ചോദിച്ചതിനെല്ലാം അനുവാദം ലഭിക്കാത്തതിൽ എനിക്ക് അല്പം അസംതൃപ്തി തോന്നി. മഠത്തിൽ മടങ്ങിയെത്തിയപ്പോൾ ചാപ്പലിൽ കയറി ഞാൻ അല്പസമയം പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ അന്തരാത്മാവിൽ ഞാൻ ഇപ്രകാരം കേട്ടു: 1 വർഷം മുഴുവനുമുള്ള രക്തമൊലിപ്പിക്കുന്ന ചാട്ടവാറടിയേക്കാൾ വൈശിഷ്ട്യം എൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് 1 മണിക്കൂർ ധ്യാനിക്കുന്നതിനുണ്ട്. എൻ്റെ വേദനാജനകമായ മുറിവുകളെപ്പറ്റിയുള്ള ധ്യാനം നിനക്ക് വളരെ ഗുണം ചെയ്യും. എനിക്ക് അത് വളരെ സന്തോഷം പ്രദാനം ചെയ്യും. നീ ഇപ്പോഴും നിന്റെ തന്നിഷ്ടങ്ങളെ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടില്ലെന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. എന്നാൽ ഈ ധ്യാനത്തിൽ ഈ രൂപാന്തരീകരണം നടക്കുമെന്നത് എന്നെ വളരെയധികമായി ആനന്ദിപ്പിക്കുന്നു. ആ ദിവസം തന്നെ പള്ളിയിൽ ഞാൻ കുമ്പസാരത്തിനായി കാത്തു നിൽക്കുമ്പോൾ അരുളിക്കയിൽ നിന്ന് അതേ രശ്മികൾ പ്രവഹിച്ച് പള്ളി മുഴുവൻ വ്യാപിക്കുന്നത് ഞാൻ കണ്ടു. ആ ശുശ്രൂഷയുടെ സമയം മുഴുവൻ അത് നിലനിന്നു. ദിവ്യകാരുണ്യ ആശീർവാദത്തിന് ശേഷം 2 വശത്തേക്കും പ്രവഹിച്ച രശ്മികൾ വീണ്ടും അരുളിക്കയിലേക്ക് തന്നെ മടങ്ങിവന്നു. അത് ശോഭയേറിയതും സ്ഫടികം പോലെ സുതാര്യവുമായിരുന്നു. മന്ദത പ്രാപിച്ച എല്ലാ ആത്മാക്കളിലും അവിടുത്തെ സ്നേഹജ്വാല കൊളുത്താൻ അവിടുന്ന് കനിയുകയാണോ എന്ന് ഞാൻ ഈശോയോട് ചോദിച്ചു. ഐസുകട്ട പോലെ തണുത്തു മരവിച്ച ഹൃദയം പോലും ഈ രശ്മിയേറ്റാൽ ഊഷ്മളമാകും. പാറ പോലെ കഠിനമായത് പൂഴി പോലെ തകർന്ന് തരിപ്പണമാകും.